നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഈ ടി ഫാമിലി വ്ളോഗ്സ് അടുത്തിടെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ വേർപിരിയാനുള്ള വഴിയിലേക്കാണ് എന്ന് അടുത്തിടെ ധാരാളം വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും പേര് കേൾക്കാൻ തന്നെ നല്ലൊരു റൈമിങ് സ്റ്റൈല് തന്നെയാണ്. പക്ഷേ പേരിലെ റൈമിംഗ് ജീവിതത്തിൽ ഉണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാര്യ ഏജ് വയസ്സ് വളരെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയെ കളിയാക്കിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ അടുത്തിടെ വരുന്നുണ്ട്. ശരിക്കും പറയാൻ കണ്ണാണില്ല, സത്യ അല്ലേ? ഐശുവിന്റെ സ്കൂളില് മറ്റേതൊക്കെ ഉണ്ടാവില്ലേ, മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ആ സമയത്ത് മീറ്റിംഗിന് പാരന്റ്സ് മീറ്റിംഗിന് ആരാ പോവുക? എങ്ങനാ പോവുക? അങ്ങനല്ല, വടിയൊക്കെ കുത്തിപ്പിടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാവും. അപ്പോഴും കയ്യര് അതുപോലെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ കണ്ടാൽ അങ്ങനെ തോന്നുന്നു എന്നൊക്കെയാണ് പുള്ളി ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്. ഒരു പക്ഷേ ഇവരെ ഇട്ടിട്ട് പോകാൻ പുള്ളി ഉദ്ദേശിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല, ഇതൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമ ആണോ എന്നുള്ള സംശയം ഇനിയും അവശേഷിക്കുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണോ എന്നും അതുപോലെ നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഇത് ചെയ്യുന്നതാണോ എന്നും പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി ഓരോന്ന് സംസാരിക്കുമ്പോഴേക്കും ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ അവരൊരു വിഷമിച്ച ഭാവത്തിലാണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. പിന്നെ കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ബോഡി ഷെയ്മിങ് പോലെയൊക്കെ ഓരോ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു തമാശയ്ക്കായാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ എന്നാണ് ഇത് കണ്ടിട്ട് കമൻസിൽ ഒരുപാട് പേര് ചോദിക്കുന്നത്. ഇതുപോലെ കളിയാക്കിയുള്ള വീഡിയോസ് അത് പബ്ലിക്കിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് ധാരാളം നെഗറ്റീവ് കമൻസ് വരികയും വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നു. പിന്നെ മറുഭാഗത്ത് ഷെമിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് മുമ്പ് ഷെമി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇതൊരു പക്ഷേ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ഫണ്ണിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇവരിങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇവരിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് കുറേ പേര് അതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണ്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഓരോരുത്തരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഓരോരോ രീതിയിലാണ്. ഈ പുള്ളിക്കാരനാണെങ്കിൽ അവർക്കൊരു ജീവിതം കൊടുത്തു, അതൊരു കുറ്റമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ ഇവർക്ക് വളരെ വലിയ രീതിയിലാണ് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുന്നത്. ഒരുപാട് പേര് ഇവരെ നല്ല രീതിയിൽ തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഹരാസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ മിക്ക വിശേഷങ്ങളും അവരുടെ ചാനൽ വഴി അവർ പങ്കുവയ്ക്കാറുണ്ട്. അവർക്ക് ധാരാളം അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കാരണം അവരുടെ പ്രൊഫഷൻ തന്നെ വ്ളോഗിംഗ് ആണ്. ഇവരുടെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വലിയ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അത് വന്ന് ഷെമിയുടെ പിറന്നാളിന് കേക്ക് കട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. മുമ്പും പല തവണ ഇതുപോലെ ഷെമിയുടെ പ്രായം ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. അടുത്തിടെയാണ് ഷെഫി തന്നെ ഷെമിയുടെ പ്രായത്തെ കളിയാക്കുകയും തൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് വടിയും കുത്തിപ്പിടിച്ചു കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ അവർ അപ്ലോഡ് ചെയ്തിരുന്നു. മുമ്പ് വരുന്നുണ്ട്. ഞാൻ ശരിക്കും ചിന്തിക്കുന്ന എന്താ അറിയോ, ആശുവിന്റെ മീറ്റിംഗിന് ഷെമി പോണതാ. അല്ല അതേ ഫോൾട്ടല്ല, പക്ഷേ ഞാൻ ചിന്തിക്ക് ആ ദയവേത് ലിപ്സ്റ്റിക് ഒന്നിട്ട് പോർത്തിട്ടോ. അത്രക്ക് ആവിയല്ലോ. ഇത് കണ്ടിട്ട് പലരും പറയാൻ തുടങ്ങി ഇവരുടെ ബന്ധം ഇനി 2-3 മാസത്തിനപ്പുറം പോകുമോ എന്നൊക്കെ ഓരോരോ സംശയങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് എല്ലാവരും ഇറങ്ങി. പിന്നെ ജനങ്ങളെ അവരുടെ കയ്യിൽ ഇതുപോലുള്ള ഓരോരോ വീഡിയോസൊക്കെ കിട്ടിയാൽ അവരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസും ഒക്കെ ആയിട്ടുമൊക്കെ ഇടുന്നതിൽ അവരെയും തെറ്റു പറയാൻ പറ്റില്ല.
പക്ഷേ ഈ വീഡിയോയുടെ റീച്ച് കുറഞ്ഞത് കൊണ്ട് അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കമൻസിൽ കുറേ പേര് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് നിന്നെ എന്തൊക്കെ കളിയാക്കാണ്ട് ക്ഷമിയെ എന്റെ വിചാരിച്ച് ഇങ്ങനെ നിക്കുന്നാണോ എന്നൊക്കെ ചോദിക്കാൻ എന്തൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കൂല, പക്ഷെങ്കിൽ എന്റെ വിചാരം എന്നാ ഞാൻ എന്നെ പറഞ്ഞേക്കൂല, വിടൂല. ഞാനും പോരും മീറ്റിങ്ങിന്. ഞാൻ ഇങ്ങനെ കൊണ്ടുപോണ്ടത് നോക്കി 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 കല്ലുണ്ടായി പറയണേ ക്ഷമി, കല്ലുണ്ടായി പറയണേ. അത് അങ്ങനെ ആയി പോവല്ലേ, എങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് ആട്ടായി പോകണോ എനിക്ക് പറയണ. ഇപ്പൊ കണ്ണ് കാണില്ല, സത്യ അല്ലേ? പറഞ്ഞോടി പറഞ്ഞോടി. കണ്ണും കാണില്ല, ഇപ്പൊ ചെവിയും കേക്കില്ല, കഫന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കാൻ. ഞാൻ പറയുമ്പോ കളിയാക്കാനാന്ന് നീ പറയുമ്പോ ഇത് ഒറിജിനൽ ആണ്. പിന്നെ ഷെമിയുടെ മുഖത്ത് സങ്കടം പോലെ തോന്നുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. കാര്യം പറഞ്ഞു വരുമ്പോൾ മിക്കവാറും ദമ്പതിമാരെ ഡിവോഴ്സ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പതിവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിലിപ്പോൾ വലിയ പുതുമയൊന്നുമില്ല. പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഷെഫിയുടെ ഇൻസ്റ്റയിൽ ഈ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോസൊക്കെ അവർ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. പിന്നെ പബ്ലിക്കായി ഇതുപോലെ ഓരോരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കമൻസും വിവാദങ്ങളും സംശയങ്ങളും ഇവർ രണ്ടുപേരും പിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകളും തമ്പനയിലിൽ തന്നെ ഇപ്പോൾ ഞാൻ ആദ്യം ഈ വാർത്ത കണ്ടപ്പോഴേക്കും ഇങ്ങനെ അത് പിരിയാൻ പോവുകയാണോ, എന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കാണാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഇവർ തമ്മിലുള്ള റിലേഷൻ കാണുമ്പോഴേക്കും ഇതൊരു പ്രാങ്കായിട്ടോ എന്തോ ഒരു റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്നത് പോലെയാണ് കണ്ടിട്ട് തോന്നിയത്. പക്ഷേ ധാരാളം പേര് പറയുന്നത് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് സ്വന്തം ഭാര്യയെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അവർക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും വീഡിയോസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ചാനൽ അതുവഴി അവർ ചെയ്യുന്നതുമൊക്കെ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താണെങ്കിലും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തീരുമാനിക്കുന്നു, ചെയ്യുന്നു. പിന്നെ പ്രായത്തിൽ എന്തിരിക്കുന്നു അവർ അവരുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ സത്യം എന്താണെന്നുള്ളത് ആർക്കും പറയാനായിട്ടോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടോ എന്ത് സംഭവിക്കുമെന്നും അതൊക്കെ ആർക്കും ഒന്നും മുൻകൂട്ടി പ്രവചിക്കാനൊന്നും സാധിക്കില്ല. പിന്നെ ഒരുപാട് പേര് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നവരുണ്ടാകും, അവരെ ഇഷ്ടപ്പെടുന്നവർ, ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള ധാരാളം പേരുണ്ടാകും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് വീഡിയോയിൽ മറക്കാതെ കമൻസിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് പ്രായമൊന്നും ഒരു തടസ്സവുമല്ല, ഒരു പ്രശ്നവുമല്ല. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വിവാഹ ജീവിതത്തിൽ അവർ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു, അവരുടെ ജീവിതം അവർ ജീവിക്കുന്നു. അതൊക്കെ അവരവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ചോയ്സും ഇഷ്ടങ്ങളും ഒക്കെയാണ്. അതിൽ മറ്റുള്ളവർക്ക് ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒന്നും അവകാശമില്ലെങ്കിലും ഈ പറയുന്നത് പോലെ പബ്ലിക്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ കമൻസ് ഇങ്ങനെയൊക്കെ പല രീതിയിലും വരുന്നതും അത് വന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ അതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റുന്നവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വേറെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.